മനുഷ്യ മനസ്സിലെ വികലമായ ചിന്തകളെ മാറ്റി നല്ലൊരു മനസ്സിനുടമയാവാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരുന്നു ചേഞ്ച് യുവർ ലൈഫ്. നമ്മളെല്ലാവരും വളരെ ധാരാളമായി കേട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈറ്റിംഗ് ഡിസോർഡർ. എന്താണ് ഈ ഈറ്റിംഗ് ഡിസോർഡർ? പല രീതിയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് അനറക്സിയ നെർവോസ, ബുളീമിയ നെർവോസ, ഓവർ ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഈറ്റിംഗ് ഡിസോർഡേഴ്സിൻ്റെയും സ്വഭാവവും വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് അനറക്സിയ നെർവോസ എന്ന് പറയുന്നത് പ്രശ്നം കൂടുതലായും കണ്ടുവരുന്നത് ടീനേജേഴ്സിലാണ്, പ്രത്യേകിച്ചും ടീനേജിലുള്ള പെൺകുട്ടികളിൽ. അവർക്ക് അവരുടെ ബോഡി സൈസിനെ കുറിച്ചും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചും വളരെയധികം ഒരു ബോധമുണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരീരം കൂടുതൽ വലുതാവുന്നുണ്ടോ അല്ലെങ്കിൽ ശരീരം കൂടുതൽ തടിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഓവറായിട്ടുള്ള ഒരു ആങ്സൈറ്റി അവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ, ഇതെല്ലാവരുമല്ല, ഈ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ, അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനായിട്ട് വളരെയധികം മടി കാണിക്കുക. ഇനി അഥവാ ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് എങ്ങനെയെങ്കിലും പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക. അതായത് പർപ്പസ്ഫുള്ളി ഒമിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ കഴിച്ച എത്ര കലോറിയാണോ അത്രയും കലോറി പുറത്ത് കളയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതിൽ എത്ര കലോറി ചെന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ ബോധവാന്മാരായിരിക്കും. പിന്നെ അനദർ പ്രോബ്ലം, ഈ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരിൽ പലരിലും പല രീതിയിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസും കണ്ടുവരാറുണ്ട്. അവരുടെ സ്കിൻ വളരെ റഫായിരിക്കും, ഹെയർ ഭയങ്കര ബ്രിട്ടിലായിരിക്കും, അതുപോലെ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ സാധാരണമായിട്ട് ഇപ്പോൾ പല പെൺകുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന കാരണം, ഈ ഭക്ഷണത്തിലേക്ക് അവർ ഇത്രയധികം ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്കയാണ്. ആൻഡ് ഈ കോൺഫിഡൻസ് ഇല്ലായ്ക കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നേടണം, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് വേണമെന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭക്ഷണത്തിനെ അവരുടെ ഒരു കൺട്രോളിങ് മെഷറായിട്ട് വെക്കും. അതായത് ഭക്ഷണം ഞാൻ ഒഴിവാക്കി എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റായിട്ട് കരുതുന്നു. ആ അച്ചീവ്മെൻറ്റിലൂടെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു. ഇനി എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അച്ചീവ്മെൻറ്റ് നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് എനിക്ക് നിലനിർത്താൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ, അതൊരു അതിഭയങ്കരമായൊരു കുറ്റബോധം അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കുറ്റബോധം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ എങ്ങനെയെങ്കിലും എക്സസൈസ് ഓവറായിട്ട് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷേഴ്സിലൂടെ അതിനെ ആ കഴിച്ച ഭക്ഷണം പുറത്തോട്ട് കളയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത് വളരെ റിജിഡായിട്ടുള്ള ഫാമിലീസിലാണ്. അതായത് പേരൻറ്റൽ ഡിസിപ്ലിൻ ഭയങ്കര റിജിഡായിരിക്കും. അതല്ലെങ്കിൽ കണ്ടുവരുന്നത് ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളിലാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണില്ല. അവരെ വളരെ ചെറിയ ഒരു സ്പേസ് കൊടുത്ത് അതിനുള്ളിൽ നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിലൂടെ അവർക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ, ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല, എല്ലാം എൻ്റെ അച്ഛനും അമ്മയും ചെയ്തു തരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ മാത്രമേ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ എന്നൊരു തോന്നൽ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു തോന്നലിൽ നിന്നാണ് അവർ എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വേണം, അവർക്ക് ആകെ അവർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഭക്ഷണമാണ്. അപ്പോൾ അതിലേക്ക് അവർ ഈ ഒരു അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുന്നു, അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ നടത്തി അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ അവർ വളരെയധികം ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരു തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും അവർക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ ആവശ്യമായിരിക്കും. അപ്പം വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുടെ ഉടമകളായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ. വേറൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പാണ് ദാറ്റ് ഈസ് ബുളീമിയ നെർവോസ. ബുളീമിയ നെർവോസ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഭക്ഷണം അവർ റെസ്ട്രിക്റ്റ് ചെയ്യും. ബട്ട് ചില സമയത്ത് ചെറിയ സ്ട്രെസ്, ആങ്സൈറ്റി ഇതൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഈ റെസ്ട്രിക്ഷൻസ് പറ്റാതെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. ആൻഡ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ്
അവർക്ക് വീണ്ടും തോന്നും അത് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ അതിനുള്ള മെഷേഴ്സ് എടുക്കും. അപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞ്, അതായത് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വീണ്ടും അത് കളയാൻ നോക്കും, അതല്ലെങ്കിൽ ഓവറായിട്ട് എക്സസൈസ് ചെയ്യും, വീണ്ടും അമിതമായി ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ കാണുന്നത്. അനദർ തിങ് ഈസ് ഓവർ ഈറ്റിംഗ്. ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കും. പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇനിയും വേണം, അങ്ങനെ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ് അവരുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി, അത് സ്റ്റഡി ലീവ് അല്ലെങ്കിൽ എക്സാം എടുക്കുന്ന സമയം, അതൊക്കെ കുറച്ചൊരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഭക്ഷണം അടുത്ത് വെച്ച് അത് കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് കൂടുതലും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ ആയിരിക്കും ആ സമയത്ത് അവരങ്ങനെ കഴിക്കുന്നത്. അപ്പം ഈ പ്രശ്നം, ഈ ഓവർ ഈറ്റിംഗ് എന്നുള്ള പ്രശ്നം പ്രായപൂർത്തിയായ സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് അധികം മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ സ്വയം ഒതുങ്ങിക്കൂടാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നു. അതും അല്ലെങ്കിൽ ഈ മെനപ്പോസൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്ത് ഇങ്ങനെയുള്ള പീരീഡിലൊക്കെയുള്ള സ്ത്രീകളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ വഴക്കുകൾ, ഇതിലൂടെ അല്ലെങ്കിൽ ഭർത്താവിൽ ഉണ്ടാവുന്ന ചെറിയ സംശയം, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനായി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭക്ഷണത്തിനായിരിക്കും. ഇപ്പം ഭർത്താവ് പുറത്തു പോയി വന്നില്ല, അതല്ലെങ്കിൽ ഭർത്താവിന് വിചാരിച്ച രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തുന്നില്ല, അപ്പോൾ അതൊരു സ്ട്രെസ്സാണ് സ്ത്രീയെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനായി എന്തെങ്കിലും വറുത്ത സാധനങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ച് ഈ ഒരു ആങ്സൈറ്റി കുറച്ച് അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുക. അപ്പം നാച്ചുറലി അറിയാമല്ലോ, ഇങ്ങനെ ഒരു ഓവർ ഈറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒബീസിറ്റി ആയിരിക്കും. ഈ ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ അതും അനദർ സോഴ്സ് ഓഫ് ആങ്സൈറ്റി ആവുകയാണ്. അതായത് നമ്മൾക്കറിയാം ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം തന്നെയുണ്ട്. അപ്പം ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിനെ കുറിച്ച് ഓവറായിട്ട് വറീഡ് ആവുക. ഇറ്റ് ക്യാൻ ബി നമ്മളുടെ അബ്നോർമൽ ഷേപ്പായിരിക്കും, തടി വെച്ചിട്ടുള്ള അബ്നോർമൽ ഷേപ്പിനോടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ കൈകളുടെ മാത്രം വണ്ണം, അതിനെക്കുറിച്ച് മാത്രം വളരെയധികം നമ്മൾ ബേജാറായിക്കൊണ്ടേയിരിക്കുക. വീണ്ടും അത് മെഷർ ചെയ്ത് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ പോയി നോക്കുക, അങ്ങനെയുള്ള സ്വഭാവ വ്യതിയാനങ്ങളൊക്കെ കാണിക്കുക. അതുമല്ലെങ്കിൽ തലമുടി വളരെ ബ്രിട്ടിൽ ആൻഡ് വളരെ നേർത്ത മുടിയുള്ളവർക്ക് അത് ഇതിൻ്റെ ഒരു ഫോക്കസ് ഓഫ് ഡിസ്മോർഫിക് ഡിസോർഡർ ആവാം. അപ്പോൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ പലതും നടത്തിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ കാണുന്ന പരസ്യങ്ങളെല്ലാം കണ്ടിട്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പല ഡോക്ടേഴ്സിനെ പോയി കാണുക, അതനുസരിച്ച് അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം മുടിക്ക് പ്രയോഗിച്ച് നോക്കുക. അങ്ങനെ ഒന്നിലും ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം കാണാതെ പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഈ അവസ്ഥകളിലെല്ലാം ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്ത്രീകളുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായിരിക്കും എന്ന് മാത്രമല്ല, അവർക്ക് ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ എന്തെങ്കിലും ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ചെയ്യാനോ ഉള്ള താല്പര്യമുണ്ടാവില്ല. അവർ പൂർണ്ണമായിട്ടും അവരുടെ ഈ സ്വഭാവ വ്യതിയാനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ അവളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒട്ടും പ്രൊഡക്റ്റീവായുള്ള ഒരു ലൈഫ് ഇവരിലുണ്ടാവില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെ ലോ സെൽഫ് കോൺഫിഡൻസിലായിരിക്കും. ഈ ലോ സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിരിക്കും, വളരെ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ആയിരിക്കും. ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് എല്ലാം ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തിനെയും സന്തോഷത്തിനെയും തകിടം മറിക്കുകയും ചെയ്യും. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ, അത് മകളിലാവട്ടെ അമ്മയിലാവട്ടെ ആരിലാവട്ടെ, അത് കാണുമ്പോൾ തന്നെ അതിനുള്ള ഒരു സപ്പോർട്ട്,
അതായത് അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സ്വയം കറക്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയല്ല. ഈ ഈറ്റിംഗ് ഡിസോർഡർ ആയാലും ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ആയാലും ഇത് സ്വയം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ അതിനുവേണ്ടി മെനക്കെടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതിലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യമാണ്. കാരണം ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ സപ്പോർട്ട് ആവശ്യപ്പെടുക. അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവർ പറയുന്ന രീതിയിൽ തന്നെ നടത്തി എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ആ ഒരു അബ്നോർമാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും ഈ അനറക്സിയ നെർവോസ ഉള്ള കുട്ടികളിൽ അവർക്ക് മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നീട് ഭാവിയിൽ അവർക്ക് പല രീതിയിലുള്ള ഈവൻ അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ അവർക്ക് അതിനുള്ള അവരുടെ എന്താ പറയുക യൂട്രസിൻ്റെ ഗ്രോത്ത്, അതല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ഹെൽത്ത്, ഇങ്ങനെയൊക്കെ ഒരു അബ്നോർമാലിറ്റീസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികം വെച്ച് ശരിയാവും, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ശരിയാവും, അല്ലെങ്കിൽ 5-6 മാസം ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പോൾ ശരിയാവും എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആൻഡ് റിജിഡ് പേരൻറ്റിങ് കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കുക, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉത്തരവാദിത്തങ്ങളും അവർക്ക് നൽകുക.